ഇപ്പോൾ അതുപോലെ തന്നെ ആളുകളുടെ ജനങ്ങൾക്ക് അടിയന്തരമായിട്ട് എത്തിക്കേണ്ട സഹായം അതൊക്കെയാണെന്ന് ചർച്ച ചെയ്തത്, കമ്മിറ്റി ചർച്ച ചെയ്തത്. പിന്നെ അവിടെ ഉള്ള പുനരധിവാസം പറഞ്ഞതുപോലെ സർക്കാർ എന്താണ് പരിപാടി ഇടുന്നു എന്നുള്ളത് ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്. അപ്പോൾ അതുപോലെ പല സംഘടനകളും അതുപോലെ തന്നെ ബാക്കിയുള്ളവരുമൊക്കെ വീടിൻ്റെ കാര്യത്തിൽ പല ഓഫറുകളും ഒക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. എല്ലാം നോക്കി അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് കാര്യങ്ങളെ സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത്. ഒന്ന് വീടുകളാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പോഷക സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ അവരൊക്കെ മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ വളരെ എക്സ്പെർട്ടായ ആളുകളുണ്ട്. അതായത് എഡ്യൂക്കേഷൻ, അതാണ് പറഞ്ഞത്. അവരെ പിന്നെ മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് സൈക്കോളജിക്കലായിട്ട് സപ്പോർട്ട് കൊടുക്കാനും ഒക്കെ പറ്റുന്ന സന്നദ്ധ സംഘടനകൾ പലരും അത്തരം പ്രവർത്തനങ്ങൾ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന സംഘടനകൾ പാർട്ടിക്ക് ധാരാളം ഉണ്ട്. അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ അവരൊക്കെ വെച്ച ഓഫറാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ തൊഴിൽ ദാനം എന്നുള്ളത് ജനറലായിട്ട് എന്താണ് സർക്കാർ ചെയ്യുന്നു, ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ചെയ്യുന്നു എന്ന് നോക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മളും കൈകോർക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഭവനാണല്ലോ ആദ്യത്തെ, എല്ലാവർക്കും ഭവനാണല്ലോ. അതുകൊണ്ട് ഭവനത്തിൽ തന്നെയാണ് ഊന്നൽ. മിനിമം 100 വീടെങ്കിലും കൊടുക്കണം എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു കാര്യം തന്നെയാണ്. വീട് എന്ന് പറയുമ്പോൾ അതിലൊരുപാട് ക്ലാരിറ്റി ഇനി വരാനുണ്ട്. എവിടെ, എത്ര സെൻറ്റ് ഭൂമിയിൽ, പിന്നെ അത് അവർക്ക് മതിയാവുമോ, അതാണ് നേരത്തെ പറഞ്ഞത്. അങ്ങനെ പല അല്ല, അപ്പം അങ്ങനെയുള്ള പല ക്ലാരിറ്റികളും വരാനുണ്ട്. വന്നു കഴിഞ്ഞതിന് ശേഷമേ അത് സംബന്ധിച്ച് അതിൻ്റെ ഒരു അന്തിമ രൂപം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പിന്നെ 100% ക്ലിയർ ആയിട്ടില്ല. ഞാനിന്നലെ പിന്നെ മിനിസ്റ്റേഴ്സിനൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എല്ലാവരുമായിട്ട് ചർച്ച ഉണ്ടാവുമെന്ന് പറഞ്ഞു. മറ്റു പാർട്ടി ലീഡേഴ്സിനായിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് ഡിസ്കസ് ചെയ്തിട്ടേ തീരുമാനിക്കുള്ളൂ എന്ന് റവന്യൂ മിനിസ്റ്റർ ഇന്നലെ എന്നോട് പറഞ്ഞു. രാജ്യത്ത് ആകമാനം തന്നെ ഒരു സഹായം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പല സംഘടനകളും അവരുടേതായിട്ടുള്ള നിലയ്ക്ക് വീടുകൾ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വീടുകൾ എല്ലാവർക്കും ആകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് മന്ത്രിമാരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കാണല്ലോ, പ്രത്യേകിച്ച് നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ അവിടെ നല്ല മിഡിൽ ക്ലാസ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ച് പോയ ആളുകളാണ്. അവരെ സംബന്ധിച്ച് ജീവിതം പതുക്കെ പഴയ രീതിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതിന് അതാണ് അവരുടെ ഈ എന്ത് ആവശ്യമാണ് അവർക്കുള്ളത്. അത് ഗവൺമെൻറ് തലത്തിൽ തന്നെ ചർച്ച നടക്കണം. ഞങ്ങളും നടത്തും. അതായത് സന്നദ്ധ സംഘടനകൾക്കും നടത്താമല്ലോ. അപ്പോൾ ഇതിൽ ഇതൊക്കെ സഹായങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് വേണ്ടത് എന്താണെന്നും കൂടി നോക്കണമല്ലോ. അതാണ് ആ പറഞ്ഞത്. ആ ചർച്ച സ്വാഭാവികമായി ഗവൺമെൻറ് നടത്തുമായിരിക്കും. ഞങ്ങളും നടത്തും, സംശയമൊന്നുമില്ല. അപ്പോൾ സ്വന്തമായി തന്നെ ഞങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യണോ, അതോ പിന്നെ സർക്കാർ പിന്നെ ഇപ്പോൾ ടൗൺഷിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ചെയ്യണം, അല്ലെങ്കിൽ പുറത്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇനി ഒരു ഫൈനാലിറ്റി വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് ഈ പറഞ്ഞത്. സമയമാകുന്നേ ഉള്ളൂ. ടൗൺഷിപ്പ് നിർമ്മിക്കുക സർക്കാർ തന്നെയാണെന്ന് പ്രതികരിച്ച് കഴിഞ്ഞില്ല. ടൗൺഷിപ്പ് സർക്കാരിൻ്റെതാണ്, അപ്പോൾ അതുമായി യോജിച്ച് പ്രവർത്തിക്കുക എന്നതായിരിക്കില്ലേ? അല്ല, അതിപ്പോൾ സർക്കാരിൻ്റെ ഒരു രൂപം മനസ്സിലായില്ല. ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ എവിടെയാണ്, എന്താണ്, ഏതാണ്, അവിടെ ആളുകൾ പോകാൻ ഇഷ്ടപ്പെടുമോ, ബോധത്തിലുണ്ടാവുമോ, പലതും വ്യക്തമാവാനുണ്ടല്ലോ. ഇനി ടൗൺഷിപ്പ് നല്ല നിലയിൽ കൊണ്ടുവരികയാണെങ്കിൽ നല്ലത് തന്നെയാണ്. ഞങ്ങൾക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ തന്നെ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടതാണല്ലോ. അപ്പോൾ നിലവിലുള്ള ലാൻഡ് ഭീഷണിയുള്ളതാണ് ആ ഏരിയ. അപ്പോൾ ഭീഷണി ഇല്ലാത്ത ഏരിയയിലേക്ക് പിന്നെ ഫോറസ്റ്റിൻ്റെ ലാൻഡോ മറ്റോ വാങ്ങിയിട്ട് ഇത് ഫോറസ്റ്റിന് വിട്ടുകൊടുത്തിട്ട് അങ്ങനെയൊക്കെ പല സജഷൻസും വന്നിട്ടുണ്ട്. അത് ഗവൺമെൻറ് ആണല്ലോ ചെയ്യേണ്ടത്. അതിന് ക്ലാരിറ്റി വരട്ടെ എന്നുള്ളൂ. ഇത് അല്ലാണ്ട് ഇത് കുറ്റമറ്റ രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ്. ടൈം ബൗണ്ടായിട്ട് കുറ്റമറ്റ രീതിയിൽ. അതാണ് ഇപ്പോൾ പ്രമേയത്തിൽ പറഞ്ഞത്. ഇപ്പം തന്നെ അവർക്ക് അടിയന്തര സഹായം ഇനി വൈകാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ ഒന്ന് പറയാൻ കാരണം. അവർക്ക് മൂവ് ചെയ്യണമെങ്കിൽ പൈസ ഇല്ല. അപ്പോൾ അവിടെ ക്യാമ്പ് താമസിക്കുന്ന ആളുകൾക്ക്
അവിടെ നിന്ന് പോകണമെന്ന് വിചാരിച്ചോ എവർക്കെങ്കിലും അവരെ ബന്ധുവീട്ടുകാർക്ക് അവിടെ കൂടെ പോകണ്ടേ, ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ പൈസ ഇല്ല. അപ്പോൾ അങ്ങനെ അടിയന്തര ആവശ്യങ്ങൾക്ക് ഉള്ള ഇത് ആദ്യം കിട്ടണം. അതുപോലെ ബാക്കിയൊക്കെ സമയബന്ധിതമായി നടത്തണം. അതാണ് വേണ്ടത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എഴഞ്ഞ് നീങ്ങാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രതിപക്ഷ നേതാവും